ഇത് ഒരു വളരെ മികച്ച ഒരു ഇതാണ്. യൂട്യൂബ് ചാനലിലൂടെ ഇതാ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. 28 വയസ്സാവും. അന്ന് നമ്മൾ 28 കിലോമീറ്റർ ഓടി കംപ്ലീറ്റ് ചെയ്തിരിക്കും. എന്ത് കുഴപ്പം? പാവങ്ങളെ ഫോണാകുമ്പോൾ പൊട്ടും. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ നമ്മളെ ലീഗെല്ലാം കഴിഞ്ഞ് നമ്മൾ വന്നു. അത് കഴിഞ്ഞ് നമ്മൾ സ്വിമ്മിങ്ങിന് പോയി ലാസ്റ്റ് വീടെത്തിയപ്പോൾ ഏകദേശം 12 മണിയായി. 12 മണിക്ക് നമ്മൾ ലൈവിൽ പോയതിന് ശേഷമാണ് നമ്മൾ അങ്ങനെ 12 മണിക്ക് നമ്മൾ ലൈവിൽ പോയി. ലാസ്റ്റ് ഫോൺ ഓഫായപ്പോഴാണ് ഉറങ്ങിപ്പോയത്. അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ 6:30 അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ ഉണ്ട്. പുള്ളി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചലഞ്ചസ് ചെയ്യുന്ന ഒരാളാണ്, ഫാറ്റ് ബേണിങ് ചലഞ്ച്. അപ്പോൾ പുള്ളിക്ക് ഇന്ന് വർക്കല ബീച്ചിൽ പുള്ളി ഓടാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ ഡ്രോൺ ഷോട്ട് വഴി എടുത്തു കൊടുക്കണം. അപ്പോൾ അതാണ് രാവിലത്തെ ടാസ്ക്. അത് കഴിഞ്ഞ് വന്ന് 10 മണിയാകുമ്പോൾ നമുക്ക് ട്രിവാൻഡ്രത്ത് പോകണം. രാവിലത്തെ ടാസ്ക് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെ ടാസ്ക് ഉണ്ട്. അപ്പോൾ ആ സമയത്തിന് കാണാം. ഓക്കെ, ലാസ്റ്റ് ഫോൺ ഓഫ് ആവുന്ന വഴിയാണ്. അങ്ങനെ ഫോൺ ഓഫായതിനു ശേഷമാണ് നമ്മൾ ഉറങ്ങിയത്. ഹായ് ഗൈസ്, എൻ്റെ വീഡിയോ ഹായ് ഗൈസ്. സൂര്യന് ഇന്ന് നമ്മൾ പള്ളക്കടവ് ബീച്ചിൽ 10 കിലോമീറ്റേഴ്സ് ഓടാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. 10 കിലോമീറ്ററാ? 10 കിലോമീറ്റർ ഓടുന്നല്ലേ രാവിലെ പറഞ്ഞ? 10 കിലോമീറ്റർ ഓടാനുള്ള കപ്പാസിറ്റി ഒന്നും ഇപ്പോഴത്തെ ഹെൽത്ത് വൈസ് എനിക്കില്ല, ഇന്നില്ല. നമ്മളൊരു 4.65 ആണ് ഇന്ന് ഓടിയത്. 4.65 ഓടി. ഓക്കെ, ഇന്നത്തെ ഡേ ഓക്കെ അല്ലേ? ഇന്നത്തെ ഓക്കെയാണ്. ആദ്യം മതി. അങ്ങനെ സൂര്യൻ എന്താണ് പറയാനുള്ളത്? യൂട്യൂബ് ചാനലിലൂടെ, നിയാസിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇതാ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. ഓഗസ്റ്റ് 22-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. അന്ന് എനിക്ക് 28 വയസ്സാവും. അന്ന് നമ്മൾ 28 കിലോമീറ്റർ ഓടി കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഇറ്റ്സ് എ ചാൻസ്. ചത്തില്ലെങ്കിൽ ഞാൻ ഓടും, ചത്തില്ലെങ്കിൽ. ഇപ്പം കണ്ട പുള്ളി ഒരു ഫിറ്റ്നസ് ഫ്രീക്കാണ്. പുള്ളി ഇപ്പോൾ കഴിഞ്ഞ എത്ര ദിവസത്തിന് മുമ്പാണ് 25 കിലോമീറ്റർ ഓടിയത്? നടന്നതേ ഉള്ളൂ. 25 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തു. ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ സൂര്യന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ നമുക്കിനി കുറച്ച് പരിപാടികളുണ്ട്. ട്രിവാൻഡ്രത്ത് പോകണം. അപ്പോൾ സൂര്യ ഇന്നലെ എൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്തത്. ഇന്നലെ നമ്മൾ കുറച്ച് ബിസി ഡേ ആയിരുന്നല്ലേ നമുക്ക്? അതെ, അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായ ഒരു അക്കംപ്ലിഷ്മെൻ്റ്, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തത് കൊണ്ട് നമുക്കൊരു തോന്നുന്നുണ്ട്. അപ്പോൾ സൂരജ് വാം ഡൗൺ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ശരി ഗൈസ്, പിന്നെ കാണാം. ഞാൻ അങ്ങനെ ഇന്ന് കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ ചെറിയ ഷൂട്ടുണ്ടായിരുന്നു. നമ്മളെ സൂരജിൻ്റെ കുറച്ച് ഡ്രോൺ ഷോട്ട്സ് എടുക്കാൻ വേണ്ടി പറ്റി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ദാ സൂരജ് ഫ്രഷ് ആവാൻ വേണ്ടി പോയിരിക്കുകയാണ്. നമുക്കിനി ട്രിവാൻഡ്രത്ത് പോകണം. ട്രിവാൻഡ്രത്ത് നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ മാരേജാണ്. അപ്പോൾ അവർക്ക് സേവ് ദ ഡേറ്റിന് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് പോണത്. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പോട്ട് കണ്ടുപിടിക്കാം. വിളിക്കുന്നല്ലോ. ഹലോ, എന്ത് കുഴപ്പം? പാവങ്ങളെ ഫോണാകുമ്പോൾ പൊട്ടും. $4000 സാധനം ഗൈസ്. സേവ് ദ ഡേറ്റിന് വേണ്ടി ഹസ്ബൻഡ് വൈഫിന് ഗിഫ്റ്റ് ചെയ്തു. ഫോൺ നന്നായിട്ട് തൂക്കിയിരിക്കണേ.
മാസ്ക് വെച്ചുകൊണ്ട് നടക്കുന്ന ആളെ പിള്ളേ 2020 അങ്ങോട്ട് കയറിയില്ല. ഓഫ് ആക്കണമെങ്കിൽ അതിൽ തന്നെ ചെയ്യുള്ള ഇതാണ് ഹാൻഡ് തിരിച്ചാക്കാൻ വേണ്ടി അതുകൊണ്ട് ഇവിടെ തിരിച്ചാക്കണം എങ്ങനെയല്ല ഫുഡ് വാങ്ങിയാൽ പോ, ഫുഡ് വാങ്ങിയാൽ പോ. ഗൈസ് അങ്ങനെ നമ്മളെ ഞാൻ അപ്പോൾ ഒറ്റയ്ക്ക് വരണോ? ഞാൻ അപ്പോൾ ഒറ്റയ്ക്ക് വരണോ? എന്നോട് ഒരാൾ വാ, ഒന്നോ രണ്ടോ പേര്. ഹലോ അളിയാ, ഹായ്. ഒരു വർഷത്തിന് ശേഷം നമ്മളെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് അളിയന് പറയാനുള്ളത്? ഇത് ഒരു വളരെ മികച്ച ഒരു ഇതാണ്. അളിയൻ ജൂനിയറീസ് അതോ ഒരു പട്ടി വന്നിരിക്കുന്നത്. ഈ പട്ടികളെയൊക്കെയാണ് എനിക്കിഷ്ടം. അളിയനെ കാണാൻ വന്നതാണോ? അവിടെ പറഞ്ഞ There's a cat. That's a dog there.